അങ്ങനെ നമ്മുടെ യാത്ര ഫിൻലാൻഡിൽ നിന്ന് നെതർലാൻഡ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ യാത്ര ഫിൻലാൻഡിൽ നിന്ന് നെതർലാൻഡ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ മാറി ഗൈത്തൂൺ എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഗൈത്തൂൺ എന്ന് പറഞ്ഞ വില്ലേജ്, ഇതിൻ്റെ ഭംഗി, പ്രകൃതി ഭംഗിയും ഇവിടുത്തെ പാടശേഖരങ്ങളും എല്ലാം തന്നെ കണ്ടിട്ട് ഇതിനോടുള്ള സാമ്യമുള്ള ഒരു സ്ഥലം നമ്മുടെ നാട്ടിൽ കേരളത്തിലുണ്ടെന്ന് കണ്ടെത്തിയിട്ടാണ് ഇവിടുത്തെ രാജാവും രാജ്ഞിയും നമ്മുടെ കുട്ടനാട് കാണാനായിട്ട് കേരളത്തിലേക്ക് വരികയുണ്ടായത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ. യൂറോപ്പിലെ എൻജോയ്മെൻറ്റിന് നാട് ഏതെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു നല്ല ശതമാനം ആൾക്കാരും പറയുന്നത് നെതർലാൻഡ്സ് ആണെന്ന്. കാരണം ആംസ്റ്റർഡാം എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ സിറ്റി നമുക്കറിയാം, എല്ലാവർക്കും സുപരിചിതമാണ്, ഒരു എൻജോയ്മെൻറ്റ് നാട് തന്നെയാണ്. എന്നാൽ അത്തരത്തിലുള്ള ആ ഒരു ടൗൺഷിപ്പിനെ പറ്റി അല്ലെങ്കിൽ ഒരു സിറ്റിയെ പറ്റി നമ്മൾ ധരിക്കുന്നത് പലപ്പോഴും വളരെ തിരക്കേറിയിട്ടുള്ള ഒരു ടൗണായിട്ടാണ് നമ്മൾ ചിന്തിക്കുക. അവിടെ നിന്ന് വെറും 1 മണിക്കൂർ ദൂരം മാത്രം, 1.5 മണിക്കൂർ കഷ്ടി മാത്രം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലത്തിലേക്ക് എത്തുന്നുള്ളത് ഒരിക്കലും നമ്മൾ ചിന്തിക്കില്ല. ഗൈത്തൂൺ വളരെ ഭംഗിയുള്ളൊരു നാടും അതുപോലെ തന്നെ ഒരുപാട് ബോട്ട് ടൂറുകളും കനാൽ ടൂറുകളൊക്കെ നിറഞ്ഞ വളരെ സുന്ദരമായിട്ടുള്ളൊരു ഗ്രാമമാണ്. നമുക്ക് എന്തായാലും ഗൈത്തൂണിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. നമ്മൾ ഈ ഗൈത്തൂൺ വില്ലേജിൽ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചുറ്റും വീടുകൾ കാണാം. അതിൻ്റെ ഇടയിൽ ഫുള്ള് കനാലുകളാണ്. ആ കനാലിലൂടെ നമ്മളിങ്ങനെ ഇലക്ട്രിക് ബോട്ട് ഓടിച്ച് പോകാവുന്നതാണ്. പല ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. ഏകദേശം 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഡ്രൈവ് ചെയ്യാം. ഈ ഒരു വില്ലേജിൻ്റെ കംപ്ലീറ്റ് ഒരു പ്രധാനപ്പെട്ട ലാൻഡ്മാർക്കുകളൊക്കെ കവർ ചെയ്തിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു ബോട്ട് റൈഡാണിത്. നമുക്കിനി ബോട്ട് ഓടിക്കാനായിട്ട് എന്തെങ്കിലും വിഷമമുണ്ട്, നമുക്കത് അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ല. ഗൈഡറായിട്ടുള്ള ടൂറുകളും അതുപോലെ തന്നെ ബോട്ട് അത് നമ്മുടെ ഹെൽപ്പിനായിട്ട് വരുന്നതാണ്. നമ്മുടെ പിന്നിൽ നമുക്ക് കാണാവുന്നതാണ്. ആ വലിയ ബോട്ടുകളിലൊക്കെ ഒരുപാട് ആൾക്കാരെ ചേർത്തുകൊണ്ട് അങ്ങനെ പോകുന്ന സാഹചര്യമുണ്ട്. ഈ കംപ്ലീറ്റ് ഹിസ്റ്ററി നമുക്ക് അവർ പറഞ്ഞുതരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോയ്സാണ്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. രണ്ടും വളരെ മനോഹരം തന്നെയാണ്. അരമണിക്കൂറുള്ള ഒരു കനാൽ യാത്രയ്ക്ക് ശേഷം നമ്മൾ എത്തിപ്പെടുന്നത് ഇതുപോലത്തെ തുറസായിട്ടുള്ള സ്ഥലത്താണ്. ഇവിടെ 2 ദ്വീപുകളുണ്ട് കാണാനായിട്ട്.
ഇതുപോലെ നിറയെ അരയണങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ സൺസെറ്റിൻ്റെ നേരമാണ്. അതുകൊണ്ട് തന്നെ യാതൊരു ബുദ്ധിമുട്ടില്ല, വെയിലിൻ്റെ അല്ലെങ്കിൽ മഴയുടെ ഒന്നും പ്രശ്നങ്ങളില്ല. നല്ലൊരു ക്ലൈമറ്റിലാണ് ഇപ്പോൾ നമ്മൾ ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കോപ്പൻഹാഗനിലെ കനാൽ ടൂർ നടത്തുകയുണ്ടായി. അത് വളരെയധികം ക്രൗഡഡ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു, പക്ഷേ വളരെ മനോഹരമായിട്ടുള്ള അനുഭവമായിരുന്നു. നമ്മൾ പറഞ്ഞു ഇവിടുത്തെ വേറൊരു ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ് ആണ് ആംസ്റ്റർഡാമിൽ. ഇവിടെ ശരിക്കും ഒരു ഒരുപാട് റിസോർട്ട്സ് ഉണ്ട്, പക്ഷേ ഇതൊരു അത്ര പീക്ക് സീസൺ അല്ലാത്തതുകൊണ്ട് അതിൽ ഒക്യുപ്പൻസി ഇല്ല. ഇവിടെ ഒന്നും കംപ്ലീറ്റ് ഫീൽഡാണ്, വേറെ ബോട്ടുകൾ പോലും ഇല്ല. അപ്പോൾ ഒരു സൺസെറ്റിൻ്റെ നേരത്തോടനുബന്ധിച്ച് നമ്മളൊരു 2 മണിക്കൂർ നേരെ എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു അനുഭവമാണ്. നമുക്കിപ്പോൾ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ കംപ്ലീറ്റ് ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും.